ഇതര സമുദായ അംഗങ്ങൾക്ക് നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ ഇരുവേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഖാദി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അവരുടെ തണലാരണത്തിൽ മതസാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ തൊഴിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ ഈ ധന്യ മുഹൂർത്തത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സമസ്ത ജമീയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും നമ്മുടെ നായിബ് ഖാദിയുമായ ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്ദരായ ഈ സ്റ്റേജിലുള്ള മറ്റു ഇതര സമുദായങ്ങളായ നേതാക്കൾക്ക് ശുദ്ധ ഇസ്ലാമിൻ്റെ അഭിവാദനങ്ങൾ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم وبالوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا. صدق الله العلي العظيم. കേന്ദ്രം ജനറൽ സെക്രട്ടറിയുമായ അഷ്റഫ് ടിവി ബഹുമാന്യനായ പി ഉമർ ഉസ്താദിനെ ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. CK പത്മനാഭൻ ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മോട് അഭിസംബോധനം ചെയ്യുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് മാസ്റ്റർ, ഈ പ്രഭാഷണ പരമ്പര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ പി ഉമർ മുസ്ലിയാർ അവരുടെ, KPCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ സതീഷ് പാച്ചേനി, പ്രിയപ്പെട്ട ശ്രീ UT ജയന്തൻ, ശ്രീ മോഹനൻ മാസ്റ്റർ, ശ്രീ MK മോഹനൻ തുടങ്ങി നമ്മുടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മതപണ്ഡിതന്മാരെ, സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളെ, ഈ ഉദ്ഘാടന സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരും ബഹുമാനപ്പെട്ടവരുമായ സുഹൃത്തുക്കളെ, ഈ നല്ല പരിപാടിയുടെ ഉദ്ഘാടന മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ഒരു സന്ദർഭം ഉണ്ടാക്കിത്തന്ന ഈ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ നേതാക്കളെയും സംഘാടകരെയും ഞാൻ എൻ്റെ അനുമോദനം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. മതപണ്ഡിതന്മാർക്കും മതപ്രഭാഷണങ്ങൾക്കും മതപ്രഭാഷകരായിട്ടുള്ള ആളുകൾക്കും പണ്ടത്തതിനേക്കാൾ വർദ്ധിച്ച ഭാരിച്ച ഉത്തരവാദിത്വം വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രഭാഷണ പരമ്പര ഇവിടെ നടക്കുന്നത്. ഇസ്ലാം മതത്തിൻ്റെ പേരിൽ വളരെ വലിയ തർക്കങ്ങളും പ്രകോപനങ്ങളും പ്രശ്നങ്ങളും
ലോകമാസകലം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ സത്യസന്ധമായ മുഖം മുസ്ലിം മതവിശ്വാസികളുടെ മുന്നിലും പൊതുസമൂഹത്തിൻ്റെ മുന്നിലും കൃത്യമായും വ്യക്തമായും അവതരിപ്പിക്കുക എന്ന കാലികമായ വലിയ കർത്തവ്യം മതപണ്ഡിതന്മാരുടെയും പ്രഭാഷകന്മാരുടെയും ചുമലിൽ അർപ്പിതമായിരിക്കുകയാണ്. പ്രബോധനത്തെ കലയും ശാസ്ത്രവുമാക്കി വികസിപ്പിച്ച് മൃഗങ്ങളെക്കാൾ മോശമായ രീതിയിൽ ജീവിച്ചിരുന്ന മനുഷ്യ സമൂഹത്തിന് പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും ഉള്ള മാർഗം തുറന്നു കൊടുത്ത മഹാനായ പ്രവാചകൻ്റെ വാക്കുകളും പ്രബോധനങ്ങളുമെല്ലാം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയത്തക്ക വിധം വിശ്വാസികളെയും സമൂഹത്തെയും സജ്ജമാക്കുക എന്ന വലിയ ചുമതല അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകൾക്കുണ്ട്. ഇന്ന് ലോകത്ത് കാണുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും മനുഷ്യക്കുരുതികളും രക്തച്ചൊരിച്ചിലുകളും സംഘട്ടനങ്ങളുമെല്ലാം തന്നെ മതത്തിൻ്റെ പേരിലാണ് പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ, സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജനാബ് പി മുഹമ്മദ് മാസ്റ്റർ, ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ, സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ സെക്രട്ടറിയും പണ്ഡിതനുമായിട്ടുള്ള അഭിവന്ദനായ പി ഉമർ മുസ്ലിയാർ ഉസ്താദ്, ഇവിടെ അമുഖമായിട്ട് തന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ച നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഏറെ ശ്രദ്ധേയനായിട്ടുള്ള BJPയുടെ ദേശീയ സമിതി അംഗം ഏറ്റവും ബഹുമാനനായ ശ്രീ CK പത്മനാഭൻ അവർകളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ മറ്റ് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇത്തരമൊരു ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനും വരാൻ സാധിച്ചതിനും അതിയായ സന്തോഷമുണ്ട്. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ഉമർ മുസ്ലിയാർ ഉസ്താദ് വളരെ ആധികാരികമായി അതിൻ്റെ എല്ലാ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. മുസ്ലിം സഹോദരങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കാനില്ല എന്ന് ഈ സമൂഹത്തെ തന്നെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ഇത്തരത്തിലുള്ള ക്ലാസുകളും പ്രഭാഷണങ്ങളും പൊതുമണ്ഡലത്തിൽ തന്നെ നടത്തുക എന്നുള്ളത് എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളെ കൂടി ദൂരീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രചരണ പരിപാടികളും പ്രബോധനങ്ങളുമെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം നെഞ്ചിലേറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശംസുൽ ഉലമ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഇത്തരമൊരു മഹാസമ്മേളനം, അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള മറ്റ് പ്രഭാഷണങ്ങൾ തീർച്ചയായിട്ടും ഇസ്ലാം സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ നമ്മുടെ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ വൈവിധ്യത്തിൽ വൈജാത്യത്തിൽ ഏകത്വം എന്ന സംസ്കാരം ഊട്ടിയുറപ്പിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ വിവിധ മതവിശ്വാസികൾ, മത അനുയായികൾ, ആ മത അനുയായികൾക്ക് മതപണ്ഡിതന്മാരും മതാചാര്യന്മാരും ശരിയായ രൂപത്തിലുള്ള വിദ്യാഭ്യാസം, മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം, മതം എന്താണ് അനുശാസിക്കുന്നത്, മതവിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അവബോധം ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ ഒട്ടേറെ ബുദ്ധിമുട്ടുകളും അവർ ലക്ഷ്യബോധമില്ലാതെ മറ്റ് തീവ്രവാദ വർഗീയ പ്രസ്ഥാനങ്ങളിലേക്കെല്ലാം ആകർഷിക്കപ്പെടുന്നതും നമ്മുടെ രാജ്യത്ത് പുതിയ കാര്യമല്ല. സമീപകാലത്ത് അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ, നിസ്സാരമായി കാണാൻ പാടില്ലാത്ത സംഭവങ്ങൾ നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ആവശ്യമുള്ളത് ഓരോ മതവുമായി ബന്ധപ്പെട്ട
വിശ്വാസികൾക്ക് എന്താണ് യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് തന്നെയാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له وأن سيدنا وحبيبنا محمدا صلى الله عليه وعلى آله وصحابه وأعوانه وأتباعه وأهل بيته وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الذي كان متواصل الأحزان دائم الفكرة ليست له راحة طويل السكت لا يتكلم في غير حاجة كلامه فصل لا فضول ولا تقصير ليس بالجافي ولا مهين يعظم النعمة وإن دقت لا يذم منها شيئا غير أنه لم يذم ذباقا ولا يمدحه ولا يغضبه الدنيا ولا ما كان لها إذا أعرض أشاح. جل ضحكه التبسم يفتر عن مثل حب الغمام يتلألأ وجهه تلألؤ القمر ليلة البدر. اللهم فابليه أن السلام اللهم فابليه أن السلام اللهم فابليه أن السلام. اذكرنا يا محمد عند ربك صلى الله عليه وسلم. കുറച്ചുകൂടി വേണം കേട്ടോ, പറഞ്ഞ എവിടെ എത്തിയിട്ടില്ല. ആരണ്യാന്തരഗഹരോതരതപസ്ഥാനങ്ങളിൽ സൈന്ധവോ ധാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോൽ ഭിന്ന സർഗക്രിയ സാരം തേടിയണഞ്ഞു പണ്ടവരിലെ ചൈതന്യമെൻ ദർശനം. ആ മൺമെത്തകളാറ്റുനോറ്റ മധുര സ്വപ്നങ്ങളിൽ ജീവിതഗാനം പാടിയ സാമഗാനലഹരി ഹർഷാന്തിതാത്മാക്കളായി ഹാ മന്നന്തര ഭാവശില്പികൾ എനിക്കെന്നേക്കുമായി തന്നതാണോമൽ കാർത്തിക നൈവിളക്കെരിയുമീ ഏകാന്തയാകാശ്രമം. ഞാനിജ്ജാലകവാതിലിൽ ചെറുമുളന്തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണീ ശാരദേന്ദു കലയെ പാവാട ചാർത്തിക്കുവാൻ. ആ നിത്യം ചിറകിട്ടടിച്ചു കീറിപ്പറിപ്പിച്ചുവോ ഞാനി സർഗതപസമാധിയിലിരിക്കുമ്പോൾ കൊടും കാറ്റുകൾ കാടത്തത്തെ മനസ്സിലിട്ടു കവിയായി മാറ്റുന്ന വാൽമീകമുണ്ടോടപ്പുൽ കുടലിന്റെ ഗീത എഴുതി സൂക്ഷിച്ച പൊന്നോലയും നാടന്ത പ്രകരങ്ങളേറ്റു കിടിലം കൊள்കെ മുലപ്പാലുമായി പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി. നകലീമിക്ക് തസംവുറ് നഹയാല തൂരിസീന नकलीम की तसव्वुर न ख्याल तूरी सीना मेरी आरज़ू मोहम्मद है मेरी दुस्तजू मदीना मेरी आरज़ू मोहम्मद है मेरी दुस्तजू मदीना मदगा हो मुस्तफ़ा हो मेरी अज़मतों ने पूछो तुझे देख कर जहन्नम को भी आ गया पसीना मदगा
हो मुस्तफा हो, मेरी अज़मतों ने पूछो, तुझे देख कर जहन्नम को भी आ गया पसीना। मेरी जिंदगी को चाहो, मुझे ले चलो मदीना। मेरी जिंदगी को चाहो, मुझे ले चलो मदीना। मुझे मौत भी जो आए तो हज़ामने मदीना। मुझे मौत भी जो आए तो हज़ामने मदीना। 14 നൂറ്റാണ്ട് പിമ്പെന്തിനേ പാരിൽ ഞാൻ പാപി പിറന്നു വീണു. പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. മുത്ത് റസൂൽ വീട്ടുമുറ്റത്തോരോ മുന്തിരി വള്ളി പാടർപ്പാണെങ്കിൽ, മുത്ത് റസൂൽ വീട്ടുമുറ്റത്തോരോ മുന്തിരി വള്ളി പടർപ്പാണെങ്കിൽ, നിത്യവും ആദേഹം മുത്തും തന്നിൽ എന്നെയും തഴുകി ഒപ്പിച്ചേനേ. 14 നൂറ്റാണ്ട് പിമ്പെന്തിനേ പാരിൽ ഞാൻ പാപി പിറന്നു വീണു. പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ, ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ, താമര തോൽക്കുന്ന ത്വാഹതന്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ. ഭാരം ചുമന്നേ തളർന്നേനെ ഞാൻ, ബദരീക്ഷരങ്ങൾ തടുത്തേനെ ഞാൻ. 14 നൂറ്റാണ്ട് പിമ്പെന്തിനേ പാരിൽ ഞാൻ പാപി പിറന്നു വീണു. പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. ഐതിഹാസികമായ പരിശുദ്ധമായ ദീനും ഉലൂമുകൾ വിതരണം ചെയ്യപ്പെടുന്ന ഇതിഹാസ തുല്യമായ ഈ മുഹൂർത്തമാണ് സാക്ഷി. അല്ലാഹുവേ, ഈ പ്രവിശാലമായ മണ്ഡലമാണ് സാക്ഷി. സർവസ്ത്രോത്രങ്ങളും നിനക്കത്രേ തമ്പുരാനെ. നീയാണ് ഉടമസ്ഥൻ, നീയാണ് ഒരുമിപ്പിക്കുന്നവൻ, നീയാണ് വേർപ്പെടുത്തുന്നവൻ, നീയാണ് ലോകത്തിന്റെ തന്നെ അസ്തിത്വം കുറിച്ചവൻ. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾ ആരംഭിക്കുകയാണ്. പരിശുദ്ധമായ ഈ സദസ്സിൽ വേദിയ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ, വിശാലമായ ഈ പ്രവിശാലമായ മണ്ഡലത്തിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹം തീർത്തുകൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, യുവ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഭാരതാംബയിലെ എന്റെ സഹൃദയരായ സ്നേഹിതരെ, സഹോദര മതസ്ഥരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന് വേണം പറയാൻ. അവനാണ് നമ്മളെ ഇവിടെ ഇങ്ങനെ മതത്തിന്റെ പേരിൽ, സൗഹൃദത്തിന്റെ പേരിൽ, മനുഷ്യത്വത്തിന്റെ പേരിൽ, സഹിഷ്ണുതയുടെ പേരിൽ, സാഹോദര്യത്തിന്റെ പേരിൽ, ഐക്യത്തിന്റെ പേരിൽ, മമതയുടെ പേരിൽ ഇങ്ങനെ ഒരുമിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെല്ലാം നിന്റെ അടിമകൾ, നിന്നിൽ നിന്ന് കടന്നു വന്നവർ. പക്ഷേ പൂന്താനം നമ്പൂതിരിപ്പാട് ചോദിച്ച പോലെ എത്ര മഹത്തരമായ ചോദ്യമാണത്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനോ നാം വൃഥാ. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ.
2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ അനശ്വരമായ വരികൾ 500-ന്റെയും 1000-ന്റെയും പെടപെടക്കുന്ന നോട്ടുകളുടെ വിലമതിക്കപ്പെടാനാവാത്ത കാലം അസ്തമാനം കുറിക്കപ്പെട്ടിട്ട് അത് പേപ്പർ വേസ്റ്റ് പോലെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുര്യോഗജനകമായിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിനവ വർത്തമാന കാലഘട്ടത്തിന്റെ ഭീകരകരമായ വൃത്താന്തത്തിന്റെ നടുത്തളത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. അവിടെയാണ് 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇന്നലെ ഇവിടെ വരെ വന്നത് എന്തൊക്കെയാണ് എന്ന് ഞാനും നിങ്ങളും തീരുമാനിച്ചിട്ട് നടന്നതല്ല. അതുപോലെ തന്നെ ഇനി നാളെ എന്താണ് ഇവിടെ നടക്കാനിരിക്കുന്നത് എന്ന് ഞാനോ നിങ്ങളോ തീരുമാനിച്ചിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ. അല്ലാഹുവേ, നീയാണ് വിധിയുടെ വിധാതാവ് തമ്പുരാനെ, നീയാണ് ലോകത്തിന്റെ ഉടമസ്ഥൻ തമ്പുരാനെ. നിന്റെ തീരുമാനങ്ങൾക്ക് വശംവദരാകാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങളെല്ലാം. വഫൗക തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം നിന്റെ കണക്ക് കൂട്ടലുകൾ സുതാര്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. മദീനയിലേക്ക് ഹൃദയങ്ങളൊന്ന് പലായനം ചെയ്യട്ടെ. ഈ സദസ്സിൽ അല്പനിമിഷങ്ങളാണ് ഞാൻ നിങ്ങളോട് സംവേദനം നടത്തുന്നതെങ്കിലും ശരി, ഈ ഹൃദയങ്ങളെ നിങ്ങൾ ഒന്ന് പറിച്ചു നടണേ. കടലുകൾക്കപ്പുറത്തേക്ക്, മാമലകൾക്കപ്പുറത്തേക്ക്, മണലാരണ്യങ്ങൾക്കപ്പുറത്തേക്ക് മദീനയുടെ പരിശുദ്ധ നായകനെ റസൂലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നകലീമികി തസവ്വുർ നഖയാല തൂരിസീന. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇപ്പൊ തൂരിസീന പർവ്വതത്തിന്റെ ചിന്തകളെ കടന്നു വരുന്നില്ല. ആ തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് തൗറാത്ത് എന്ന വേദഗ്രന്ഥം ഏറ്റുവാങ്ങാൻ 40 ദിവസങ്ങളോളം നോമ്പനുഷ്ഠിച്ചിട്ട് അല്ലാഹുവിന്റെ ദാസനായ ദൂതനായ കലീമായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയി. ആ പരിശുദ്ധ കരീമിന്റെ ചിന്ത പോലും ഇന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. മറിച്ച് എന്റെ ഹൃദയത്തെ ഇന്ന് പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന താരരാജകുമാരൻ ആരാണ്? മേരി ആർസൂ, മേരി ആർസൂ മുഹമ്മദ്, മേരി ദുസ്തുജു മദീന, മേരി ആർസൂ മുഹമ്മദ്. എന്റെ കൂട്ടുകാരൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മേരി ആർസൂ മുഹമ്മദ്, എന്റെ കമിതാബ് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മേരി ആർസൂ മുഹമ്മദ്, എന്റെ ഹൃദയത്തിന്റെ പ്രേമത്തിന്റെ പാനപാത്രമേ പരിശുദ്ധ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ മണലാരണ്യത്തിൽ ഹൃദയം കൊണ്ട് എന്റെ സാന്നിധ്യം അറിയിച്ചിട്ട് കാര്യമില്ല തമ്പുരാനെ. എന്റെ ഹൃദയം കടന്നു പോകണം. മേരി ദുസ്തുജു മദീന. അതുകൊണ്ട് എന്റെ അന്വേഷണം മദീനയാണ്, എന്റെ അന്വേഷണം മദീന. എന്റെ കമിതാവ് മുഹമ്മദും മുഹമ്മദുൻ മുഹമ്മദൂ 14 നൂറ്റാണ്ട് പിമ്പേ മുദിനേ പാരിൽ ഞാൻ പാപി പിറന്നു വീണു. പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. അല്ലാഹുവേ, 1400 സംവത്സരങ്ങൾക്ക് ശേഷം മദീനയുടെ രാജകുമാരൻ ലോകത്തോട് പട പറഞ്ഞിട്ട് 14 കഴിഞ്ഞതിന്റെ ശേഷം എന്തിനാണ് തമ്പുരാനെ ആ പ്രവാചക തിരുമേനിയെ കാണാൻ ഭാഗ്യം ചെയ്യാത്ത കണ്ണ് തന്നത്? അവിടുത്തെ കരങ്ങളെ പട്ടുപോലെ മൃദുലം. മാ മസസ്തു ദീപാജൻ, മാ മസസ്തു ദീപാജൻ അൽജന മിൻ കഫി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വസല്ലം. ആരാണത് പറഞ്ഞു പോയ സ്വഹാബി? പരിശുദ്ധ റസൂലിന് 10 വർഷം ഖാദിമായിട്ട് സേവനം ചെയ്തു പോയ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനയിൽ വന്നിട്ട് സഹാബികളോട് പറഞ്ഞു പോയി, മാ മസസ്തു ദീബാജ, ഞാനൊരു പട്ടുപോലും തൊട്ടുപോയിട്ടില്ല, അയ്യന മിൻ കഫി റസൂലില്ലാഹ്, എന്റെ പരിശുദ്ധ നായകനായ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈയിന്റെ മുൻകൈയിന്റെ മൃദുലമായ തൊലിയേക്കാൾ മിനുസമായ ലളിതമായ ലുബ്ധം ദുഗ്ധമായ ഒരു പട്ടുപോലും അനസ് ജീവിതത്തിൽ തൊട്ടുപോയിട്ടില്ല. ഞാൻ തൊട്ടുപോയ പട്ടിനേക്കാൾ മേത്തരം മൃദുലമാണ് പരിശുദ്ധ റസൂലിന്റെ കൈയിന്റെ ഉൾഭാഗം. മാ മസസ്തു ദീബാജ, ഈ അനസ് ഒരു പട്ടും തൊട്ടുപോയിട്ടില്ല. അയ്യന മിൻ കഫി റസൂലില്ലാഹ്, എന്റെ പരിശുദ്ധ നായകനായ തിരുനബിയുടെ മുൻകൈയിനേക്കാൾ മിനുസമുള്ള ലോലമായ സ്നിഗ്ധമായ ലളിതമായ പട്ടുപോലും മനസ്സ് തൊട്ടുപോയിട്ടില്ല. ഒരു പെർഫ്യൂം പോലും അനസ് സ്മെല്ല് ചെയ്തിട്ടില്ല. എന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഒരു സുഗന്ധം പോലും കടന്നു വന്നിട്ടില്ല. എന്റെ ഗുരുവായ പരിശുദ്ധ റസൂലിന്റെ കൈ പിടിച്ചിട്ട് ഞാൻ മൂക്കത്തേക്ക് കൊണ്ടുപോയി മുത്തുമ്പോ നാറ്റുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻകൈയിനേക്കാൾ സൗഗന്ധികമുള്ള സുഗന്ധമുള്ള ഒരു പെർഫ്യൂം പോലും ഒരു സുഗന്ധം പോലും എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭ്യമായിട്ടില്ല എന്ന് പറഞ്ഞു പോയ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനെ എന്റെ വിഷയത്തിന്റെ ഇടയിൽ കേറിയിട്ട് എടുത്ത് ഉദ്ധരിക്കാൻ ഞാൻ നിർബന്ധിതനായി പോയിരിക്കുകയാണ്. അതാണ് പരിശുദ്ധ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് കവി പറഞ്ഞു പോയത്, അല്ലാഹുവേ, ആ പരിശുദ്ധ റസൂൽ ജനിക്കാത്ത മണ്ണിൽ എന്തിനാണ് അള്ളാന്റെ റസൂൽ ഇവിടെ പറഞ്ഞു പോയ മണ്ണിൽ അവിടുന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞതിന്റെ 14 ശേഷം എന്തിനാണ് റബ്ബേ നീ എനിക്ക് ജന്മം തന്നിരിക്കുന്നത്? സലാമുസ് പർ ജിസ്നെ ബേകസോം കി ദസ്തഗീരി കി. സല്ലണം എന്റെ പ്രിയപ്പെട്ടവരെ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ വിഷയം മദീനയാണ്. ഇന്നത്തെ കഥാപാത്രം മദീനയുടെ മന്ദസ്മിതം തൂകുന്ന മന്ദമാരുതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമ്മുടെ കാമുകൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ ദാനമായിട്ട് കൊടുക്കുകയാണ്. ഹദിയത്തുൽ ലക യാ റസൂലല്ലാഹ്. റബീഉൽ അവ്വലിന്റെ തിരുപ്പിറവിയിലേക്ക് ലോകം സമാഗതമാകാൻ പോവുകയാണ്. പരിശുദ്ധ റസൂലിന്റെ അപദാന കീർത്തനങ്ങൾ ലോകത്തിന്റെ 8 ദിക്കും പൊട്ടുമാറ് ഉച്ചൈസ്തരം വിളംബരം ചെയ്യാൻ പോവുകയാണ്. എല്ലാ മതത്തിന്റെയും അനുയായികൾ ഇവിടെ വന്നിട്ട് ആശംസാ ഭാഷണം നടത്തിയപ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞു പോയി. അത് ഈ മതത്തെ പറ്റിയാണ്. അവരെപ്പോലും ആകർഷിച്ചിരിക്കുന്ന ഒരു സംസ്കൃതി, അത് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിന്റെ മുമ്പിലേക്ക് വിളംബരം ചെയ്ത സംസ്കൃതിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ കേരളം കണ്ട ഹൈന്ദവന്റെ ഏറ്റവും വലിയ ആചാര്യനാണ്. ഒരു പുരുഷായുസ് മുഴുവൻ ഭക്തിക്ക് വേണ്ടി നീക്കിവെച്ച മഹാമനീഷിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് കേരളത്തിന്റെ മുമ്പിൽ പാടിപ്പോയ അനശ്വരനായ നായകനാണ്, ആചാര്യനാണ്, ഋഷിവര്യനാണ്, മഹാമനീഷിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ശ്രീനാരായണ ഗുരുദേവനാണ് പറഞ്ഞു പോയത്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതേ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതേ, ഇവിടെ എല്ലാ മനുഷ്യരും തുല്യരാണ്. അത് മദീന വിളംബരം ചെയ്യുന്ന അതേ സന്ദേശം ഇന്ത്യ രാജ്യത്തിന്റെ മടിത്തട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ പറഞ്ഞു പോയപ്പോ ആ ശ്രീനാരായണ ഗുരു തന്നെ പിന്നെ പറഞ്ഞു പോയി, ഞാൻ മദീനയുടെ രാജകുമാരനെ പറ്റി ചരിത്രത്തിലൂടെ പഠിച്ചുപോയി. ഞാൻ മദീന പഠിച്ചു,
ആ മദീനയുടെ തിരുവസന്തമേ പരിശുദ്ധ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തിരുമേനിയെ പറ്റി ഞാൻ പഠിച്ചുപോയി. അതിന്റെ ശേഷമാണ് ലോകത്തെ ബുദ്ധിജീവികൾ എടുത്തു ഉദ്ധരിക്കുന്ന പ്രശസ്തമായ വരികൾ ശ്രീനാരായണ ഗുരു പരിശുദ്ധ റസൂലിനെ പറ്റി എഴുതിപ്പോയത്. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കരുണാവാം നബി മണിമുത്തുരത്നമോ എന്ന് ശ്രീനാരായണ ഗുരു ആമിനാന്റെ മുത്തുമോനെ പറ്റി കവിത എഴുതിയപ്പോ ഇന്ത്യ രാജ്യത്തിലുള്ള ഇതര മതസ്ഥരായ ആളുകൾ ചോദിച്ചുപോയി, പ്രിയപ്പെട്ട ഗുരുദേവ, അങ്ങേക്ക് ഇത്ര മഹത്തരമായ കവിതകൾ സൃഷ്ടിക്കാൻ ശക്തി എന്ന ഘടകം ഏതാണ് എന്ന് ചോദിച്ചപ്പോ ശ്രീനാരായണ ഗുരു അവിടെ വെച്ച് പറഞ്ഞുപോയി, ഇതിന്റെ പിന്നിലുള്ള പ്രചോദനം ആ പരിശുദ്ധ റസൂലിന്റെ വ്യക്തിത്വമാണ്. ഏതാണ് ആ വ്യക്തിത്വം? കരീം സാഹിബ് അവർകൾ ഇവിടെ സൂചിപ്പിച്ചു എന്റെ മുമ്പത്തെ പ്രഭാഷണത്തിൽ. ഏതാണ് ആ വ്യക്തിത്വം? 40 അയൽപ്പക്കക്കാരായ വീട്ടുകാരെ പരിഗണിക്കുമ്പോ അതിൽ ഇന്ന മതസ്ഥൻ എന്ന ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നതിലപ്പുറം ഇന്ന മനുഷ്യൻ എന്ന പരിഗണന കൊടുക്കണം എന്ന് ലോകത്തിന്റെ മുമ്പിൽ വിളംബരം ചെയ്ത പരിശുദ്ധ റസൂലിന്റെ സംസ്കാരം ശ്രീനാരായണ ഗുരു ഏറ്റുപിടിക്കുകയായിരുന്നു. അത്തരം സമത്വ സുന്ദരമായ ദർശനങ്ങളിലൂടെയാണ് കേരളത്തിന്റെ മണ്ണ് കടന്നു പോകുന്നത്. ആ കേരളത്തിന്റെ മണ്ണിന്റെ പാരമ്പര്യം തകർക്കാൻ ഇന്ന് തീവ്രവാദ ശക്തികൾ ഇസ്ലാമിൽ ഹൈന്ദവ മതത്തിൽ